പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വചനഭാഗത്ത് ജീവനുള്ള പുതുവഴി തുറക്കുന്ന യേശുവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയ്ക്ക് കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. യേശു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി കീറി മുറിച്ചു തരുമ്പോൾ ഇത് വലിയൊരു അടയാളമായിട്ടാണ് തന്നത്. പഴയ നിയമകാലത്ത് ആരാധനയിൽ ജനങ്ങൾക്ക് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ കഴിയില്ലായിരുന്നു. പുരോഹിതന്മാരായിരുന്നു ഈ യാഗാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഇടവന്നത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിത മരണം സാധിച്ച ഏറ്റവും വലിയ കാര്യം ജനങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു പോകാൻ കർത്താവ് അവിടുന്ന് കൃപ നൽകി. ഹെബ്രായ ലേഖനം 10-ാമത്തെ വചനത്തിൽ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ദുർമനസാക്ഷിയെ നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ദുർമനസാക്ഷിയെ നീങ്ങുമാറാക്കിയ ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒന്നാമതായി, യേശുക്രിസ്തു മരിച്ചപ്പോൾ പ്രകൃതിയിലും സമൂഹത്തിലും സംഭവങ്ങൾ നടന്നിരുന്നു. അതിലൊന്ന് ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം കീറി. അതിൻ്റെ അർത്ഥം പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ ഓരോരുത്തരെയും ദൈവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പദവി നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിൽ 3 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, ദൈവം തന്നെ തെരഞ്ഞെടുത്ത യഹൂദന്മാര്. രണ്ടാമത്തേത് ജാതികളാണ്. മൂന്നാമത്തേത് ആരാണെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ളവരും ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വേർതിരിഞ്ഞവരുമായ ദൈവത്തിൻ്റെ മക്കൾ. മക്കൾ എന്ന പദവി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി. വേറെ ആരെയും അല്ല ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിളിച്ചത്. ജാതികളെ അല്ല വിളിച്ചത്. കർത്താവിൽ വേർതിരിയപ്പെട്ട ദൈവമക്കളെയാ ദൈവം വിളിച്ചത്. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളായിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞത്. തന്നെ സ്വീകരിക്കുന്നവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ അധികാരം നൽകി. അതിൻ്റെ അർത്ഥം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം ദൈവം മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. മക്കൾക്ക് അവകാശമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് ഒരു പുതുവഴി തുറക്കുവാൻ ഇടവന്നത്. ഈ വഴിയിലൂടെയുള്ള പ്രത്യേകത, അത് ജീവനുള്ള വഴിയാണ്. ആ വഴിയിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. ജീവന്റെ വചനമാണ് യേശു നമുക്ക് തന്നതെങ്കിൽ ജീവന്റെ വഴിയിലൂടെയാണ് യേശുവിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ ഇടവരുന്നത്. യേശു പറഞ്ഞതും യേശു നൽകിയതും യേശു കൊണ്ടുവന്നതും
യേശു നമ്മളെ കൊണ്ടുപോകുന്നതും ഈ ജീവനുള്ള വഴിയിലൂടെ ആയതുകൊണ്ട് ഈ പുതുവഴി ഈ പ്രഭാതത്തിൽ നമുക്ക് തുറന്നു തന്നെങ്കിൽ ഈ വഴിയിലൂടെ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചു വേണം നമ്മൾ കടന്നു പോകാൻ. ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ജൈനമതമോ ബുദ്ധമതക്കാരനെന്നോ ലോകത്തിൽ അങ്ങനെ ഒരു വേർതിരിവൊന്നും കർത്താവിനില്ല. കർത്താവ് പറഞ്ഞ ഒന്ന് ജാതികൾ, ഒന്ന് യഹൂദന്മാർ, മൂന്നാമത്തത് ക്രിസ്തുവിൽ വേർതിരിയപ്പെട്ട ദൈവമക്കൾ. പ്രിയമുള്ളവരെ, ഈ വഴിയിലൂടെയാണ് കർത്താവ് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചെങ്കിൽ ഞാൻ ദൈവമകനാണെങ്കിൽ എനിക്ക് അവനോടുകൂടെ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കും. കർത്താവെ, ഈ നല്ലൊരു പ്രഭാതം തന്നെങ്കിൽ ഈ പുതുവഴി തുറന്ന് നിന്നോട് കൂടെ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം എന്നെയും ഒരുക്കണമേ. അതിനുള്ള കൃപയും അഭിഷേകം എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.